രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ഇനിയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനായി കളിക്കാനുള്ള ഫിറ്റ്നസ് ഉണ്ട് എന്ന് മുൻ ഇന്ത്യൻ താരം ഹർഭജൻ സിംഗ്. രോഹിത് ശർമ്മയ്ക്ക് 2 വർഷം കൂടി എളുപ്പത്തിൽ കളിക്കാനാകും. വിരാട് കോഹ്ലിയുടെ ഫിറ്റ്നസ് എത്ര മികച്ചതാണ് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. 5 വർഷം അദ്ദേഹം സുഖമായി കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ ടീമിലെ ഏറ്റവും ഫിറ്റായ താരം അദ്ദേഹമായിരിക്കുമെന്നും ഹർഭജൻ സിംഗ് കൂട്ടിച്ചേർത്തു. വിരാട് കോഹ്ലിക്കൊപ്പം മത്സരിക്കുന്ന ഏതൊരു 19 വയസ്സുകാരനോടും നിങ്ങൾ ചോദിക്കൂ, വിരാട് കോഹ്ലി അവനെ തോൽപ്പിക്കും. അവൻ അത്ര ഫിറ്റായ വ്യക്തിയാണ്. വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ഒരുപാട് ക്രിക്കറ്റ് ബാക്കിയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നും ഹർഭജൻ സിംഗ് പറഞ്ഞു. തീരുമാനം പൂർണ്ണമായും അവരുടേത് തന്നെയാണ്. മറ്റൊന്ന്, ആഭ്യന്തര ക്രിക്കറ്റിൽ സജീവമാകാൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഇഷാൻ കിഷൻ. ബുച്ചി ബാബു ട്രോഫിയിൽ ജാർഖണ്ഡ് ടീമിനെ ഇഷാൻ കിഷൻ നയിക്കും. രാജ്യാന്തര ടീമിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങാതെ കാര്യമില്ലെന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് റെഡ് ബോൾ ക്രിക്കറ്റിൽ സജീവമാകാൻ ഇഷാൻ കിഷൻ തീരുമാനിച്ചത്. തമിഴ്നാട്ടിൽ ഓഗസ്റ്റ് 15-നാണ് ബുച്ചി ബാബു ടൂർണമെന്റ് ആരംഭിക്കുന്നത്. റൗണ്ട് ഫസ്റ്റിൽ ഇഷാൻ കിഷൻ നയിക്കുന്ന ജാർഖണ്ഡിന് എതിരാളികൾ മധ്യപ്രദേശാണ്. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിക്കാതെ ഇഷാൻ കിഷന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് തിരിച്ചെത്താൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ടെസ്റ്റ് ടീമിൽ ഭാഗമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇഷാൻ കിഷൻ ആഭ്യന്തര റെഡ് ബോൾ ക്രിക്കറ്റിൽ സജീവമാകാൻ പോകുന്നത്. അടുത്ത 5 മാസത്തിനിടെ 10 ടെസ്റ്റ് മത്സരങ്ങളാണ് ടീം ഇന്ത്യ കളിക്കാൻ പോകുന്നത്. ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങാനായാൽ ഇഷാൻ കിഷന് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ സ്ഥാനം പിടിക്കാൻ സാധിച്ചേക്കും.